അധ്യക്ഷൻ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിച്ച് ഒന്നും പറയുന്നില്ല. ഇന്ന് ആദ്യത്തെ സമ്മേളനത്തിൻ്റെ കൂടെ ചില സത്യങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടു. ഈ ആശ്രമത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കത്തിന് സാമ്പത്തിക തടസ്സമുണ്ട്. അത് ഇവിടെ വന്നിരിക്കുന്നവർ അല്ലെങ്കിൽ അതിന് മനസ്സുള്ളവർ അവരെ സഹായിക്കണമെന്നാണ് പറഞ്ഞത്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഇതൊക്കെ നിന്ന് പോകണമെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമാണ് വേണ്ടത്. അത് കണ്ടുപിടിക്കാൻ ഇവിടെ കൂടിയവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഗുരുമിത്ര എന്നും പറഞ്ഞുള്ള ഒരു വനിതാ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 400 വനിതകളോളം അതിനകത്തുണ്ടെന്നാണ് ഇതിൻ്റെ കോർഡിനേറ്റർ കൂടിയ കലാവിജയൻ ഇവിടെ പറയുന്നത് കേട്ടത്. നമുക്ക് ഈ സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോൾ പ്രമുഖ വ്യക്തികളോടൊപ്പം അല്ലെങ്കിൽ നിന്നൊക്കെ അറിയാവുന്നവരോടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന വനിതാ പ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പം അവർ വിചാരിച്ചാൽ സാമ്പത്തികം കണ്ടുപിടിക്കാൻ ഒരു പരിധി വരെ ഒക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനോട്ട് ഇവരുടെയൊക്കെ നമ്പർ മേടിച്ചിട്ട് ആവശ്യപ്പെടുമ്പോൾ നമ്പർ കൊടുത്താൽ അതിനകത്തോട്ട് ഫണ്ട് വരുന്ന ഒരു സ്വഭാവം ഇപ്പോഴുണ്ട്. ചെറിയ എമൗണ്ട് ഒക്കെ തരുന്നത് എങ്ങനെയാണെന്നുള്ള മനസ്സിൽ തോന്നുന്നുള്ളവർക്കും അക്കൗണ്ട് വഴിയാണ് കൊടുക്കാനൊരു താല്പര്യം കിട്ടും. അങ്ങനെയുള്ള ഒരു ശ്രമം ഇവിടെ വിജയിപ്പിച്ചാൽ അത് വനിതകളുടെ ഒരു ശക്തിയാണ്, വനിതകൾ ശക്തിയാണ്, വിളക്കാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ ഒന്ന് യാഥാർത്ഥ്യമാക്കി കാണിക്കാനാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഒക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ ലഹരിയെ പറ്റിയൊക്കെ സാറ് വിശദമായിട്ട് നല്ല രീതിയിലുള്ള സമയത്ത് സംസാരിച്ചു. UK വന്നേച്ച് ഞങ്ങൾ തിരിച്ച് ചെല്ലുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമെന്നാന്ന് ചോദിച്ചാൽ എന്നാണെന്നറിയത്തില്ല. UK ചെയ്യുന്നതിന് നല്ല സാധനമൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ കൊണ്ടുവരണമെന്ന് അവരുടെ ഒരു നമ്മുടെ ശാഖക്കാരൊക്കെ തന്നെയാണ്, യൂണിയൻകാരൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഈ ലഹരി നിന്നുള്ള ഈ മാറ്റം ഇതുവരെയൊന്നും വന്നിട്ടില്ല. എവിടെ കിട്ടിയാലും അടിക്കുക എന്നുള്ളതാണ്. ഈ ചെറിയലച്ചൻ പറഞ്ഞ കൂട്ട് ചില ഗുളിക പോലെ ആടിൻ്റെ പുറകെ എവിടുന്നേലും കിട്ടിയാലും അതാന്ന് കൊണ്ട് കൊടുത്താലും അടിച്ചോളും. അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല അധ്വാനം, കഠിന അധ്വാനത്തോടു കൂടി നമ്മുടെ പ്രവൃത്തി ചെയ്താൽ നമുക്ക് ഉന്നതിയിൽ നല്ല വിജയത്തിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഇപ്പം UK 2 പ്രാവശ്യം വന്നതിലും ഞാനൊരു കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു സാമ്പത്തികം ഉണ്ടാക്കിയ ഒരു ആളാണ്. അതുകൊണ്ട് എനിക്ക് അഭിമാനിക്കാം. വേറെ കടമൊന്നും മേടിക്കാതെ ഇവിടെ വരാനും ഇവിടെ ചെറിയ സംഭാവനയൊക്കെ കൊടുക്കാനാണെങ്കിലും എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനി മെയിലാണെങ്കിലും ഇങ്ങനെയുള്ള വാട്സപ്പിൽ കൂടെയൊക്കെ എന്തെങ്കിലും വന്നാൽ അക്കൗണ്ടിലോട്ട് ഉള്ള കാശ് വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ മുഖത്ത് നോക്കാതെ തന്നെ ഉള്ളത് തരാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള ഈ പോക്കിന് സാമ്പത്തികം കണ്ടുപിടിക്കണം, അതിനെ വനിതകളെ സജ്ജമാക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഇവിടെ വന്ന് ഇതിലൊക്കെ സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലുള്ള ഒരു ജീവിതത്തിൽ കിട്ടുന്ന ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാനിത് കണക്കാക്കുന്നു. മേലിലും നമുക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവർക്കും